നമ്മള് മുന്നോട്ട് വെച്ചു കഴിഞ്ഞു. തമിഴ് സഹോദരങ്ങൾക്ക് വെള്ളവും വൈദ്യുതിയും അവർക്കിതിൽ നിന്ന് ലഭിക്കണം. കേരളത്തിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം. ഇതിന് സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റും സജീവമായി ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ഇതിലേറ്റവും നമുക്ക് 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും എന്റെ കാഴ്ചപ്പാടിൽ നമുക്ക് ചെയ്യേണ്ടത്. ആദ്യമായിട്ട് സമാധാനം പുനഃസ്ഥാപിക്കുക. രണ്ടാമതായിട്ട് വേണ്ടത് ബഹുമാനപ്പെട്ട ഡിസംബറിൽ സാർ പറഞ്ഞതുപോലെ എന്ത് ഡോക്യുമെന്റ് ഉണ്ടാക്കിയാലും വിരോധമില്ല തമിഴ്നാടിന് വെള്ളം വൈദ്യുതി ഉറപ്പുവരുത്തുക, എന്തെങ്കിലുമെങ്കിലും ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ എത്രയും നേരത്തെ എത്രയോ ലക്ഷം ജനങ്ങള്, കുഞ്ഞുങ്ങള്, അമ്മമാര്, പിതാക്കന്മാര് എല്ലാം രാത്രികാലുകൾ ദുസ്വപ്നം കണ്ടുകൊണ്ട് രാത്രികളിൽ ഉറങ്ങുവാൻ നിവൃത്തിയില്ലാത്തവരും മാനസികാവസ്ഥയിൽ കഴിയുമ്പോൾ അത് കണ്ണടച്ച് നമുക്കെങ്ങനെ അതിനെ ഇരുട്ടാക്കി മാറ്റുവാൻ കഴിയും? ഈ യാഥാർത്ഥ്യം തമിഴ്നാട്ടിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. തമിഴ്നാട്ടിലെ ഭരണാധികാരികളെ വേണ്ട രീതിയിൽ ബോധ്യപ്പെടുത്തുന്നതായിട്ടുണ്ട്. ഇന്ത്യ ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്തുന്നതായിട്ടുണ്ട്. നമ്മളും സ്വയം ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട്. ഉറങ്ങുന്നവനെ വിളിച്ചുണർത്താൻ കഴിയും, ഉറക്കം നടിക്കുന്നവനെ എങ്ങനെ ഉണർത്താൻ കഴിയും എന്നുള്ളൊരവസ്ഥയും ഇപ്പോൾ ഉണ്ട് എന്നുള്ളതും നമ്മൾ തിരിച്ചറിയുന്നു. ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സമീപനം. അപ്പോൾ ഈ 3 കാര്യങ്ങളിൽ ഉറപ്പുവരുത്തിക്കൊണ്ട് ഒന്നാമത് ക്രമസമാധാനം, സാഹോദര്യ സമാധാനം പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക. 10,000-കണക്കിന് അയ്യപ്പ ഭക്തന്മാർ കേരളത്തിലേക്ക് വരുന്നുണ്ട്. ഒരു പോറലും ഒരു കേരളത്തിന് വേണ്ടി അവർക്കുണ്ടാകാൻ പാടില്ല. അത് ഉറപ്പുവരുത്തി കഴിയുമ്പോൾ നമ്മുടെ ഭാഗത്ത് ചില വീഴ്ചകൾ വന്നു കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ സമ്മതിച്ചേ പറ്റൂ. നമ്മുടെ ഭാഗത്തു നിന്ന് പ്രകോപനപരമായ ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ആ തെറ്റിന് നമ്മൾ പ്രായശ്ചിത്തം ചെയ്തേ മതിയാവുള്ളൂ, ക്ഷമ ചോദിച്ചേ മതിയാവുള്ളൂ. മലയാളി സമൂഹത്തിന് വേണ്ടി ഞാൻ പരസ്യമായി ക്ഷമ ചോദിക്കുകയാണ്. നമ്മുടെ ഭാഗത്തു നിന്ന് ചില തെറ്റുകൾ, ആ തെറ്റുകളാണ് ഇത്രയേറെ പ്രകോപനപരമായ ചില സാഹചര്യങ്ങളിലേക്ക് വഴിതെളിച്ചത്. ആ തെറ്റ് മനസ്സിലാക്കിക്കൊണ്ട് അത് തിരുത്തത്തക്ക വിധത്തിൽ തമിഴ് സഹോദരങ്ങളും മലയാളി സഹോദരങ്ങളും തമിഴ് കുഞ്ഞുങ്ങളും മലയാളി കുഞ്ഞുങ്ങളെ കൈകോർത്ത് പിടിച്ചുകൊണ്ട് എന്തുകൊണ്ട് തമിഴ് മലയാളി സാഹോദര്യ ചങ്ങല സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിന്റെ അതിർത്തിയിൽ നിന്നും തമിഴ്നാട്ടിന്റെ അതിർത്തിയിലേക്ക് പോകത്തക്ക ഒരു സാഹോദര്യ ചങ്ങല സൃഷ്ടിച്ചുകൊണ്ട് സൗഹൃദത്തിന്റെ ഒരു അന്തരീക്ഷത്തിലേക്ക് പോകുമ്പോൾ, ആ ഒരു ചിന്തയിൽ കൂടെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ പ്രശ്നത്തിന്റെ ഫസ്റ്റ് സ്റ്റേജിലുള്ള പ്രശ്നം, ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുവാൻ സാധിക്കും. രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് സംസ്ഥാന ഗവൺമെന്റ് ഇച്ഛാശക്തിയാണ്. ഗവൺമെന്റ് എന്ന് പറഞ്ഞത് ഭരിക്കേണ്ടവരാണ്. അവര് നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. നമ്മുടെ മുഖ്യമന്ത്രി വളരെ വിദഗ്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും കുറച്ചുകൂടി ശുഷ്കാന്തി കാര്യത്തിൽ കാണിക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം ആരൊക്കെ എന്തൊക്കെയോ ഭയപ്പെടുന്നത് പോലെ തോന്നുന്നു. ആ അവസ്ഥ മാറ്റിയിട്ട് നമ്മുടെ മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രിയെ വിളിച്ചുകൂടാ? മാഡം, ഞാനങ്ങോട്ടൊന്ന് വരികയാണ്, നമുക്കൊരു 5 മിനിറ്റ് സംസാരിക്കണം, ഈ വിഷയം പരിഹരിക്കുന്ന നടപടി ഉണ്ടാവണമെന്ന് വിളിച്ചു പറഞ്ഞിട്ട് എന്തുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രിക്ക് തമിഴ്നാട്ടിലേക്ക് ചെന്നുകൂടാ, ചെന്നൈയിലേക്ക് ചെന്നുകൂടാ? വിളിച്ചാൽ വരേണ്ടത് അവർ പറയുമോ? ഇല്ല. അതിനുള്ള ആർജവത്വം ഒന്നാമത് ചെയ്യണം. ഇതെല്ലാം സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ MLA-മാര് ഒന്നെങ്കിൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ MLA-മാർ ഡൽഹിക്ക് ചെല്ലണം, പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് ചെല്ലണം. സാറേ, ഒരു രക്ഷയില്ല, ഞങ്ങൾക്ക് തിരിച്ച് കേരളത്തിലേക്ക് പോകാൻ നിവൃത്തിയില്ല, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരാതെ ഞങ്ങൾ പോവുകയില്ല, ഞങ്ങൾക്ക് സ്വല്പം കഞ്ഞിയോ ചമ്മന്തിയോ വല്ല പപ്പടച്ചുട്ടതൊക്കെ തന്നാൽ മതി, ഞങ്ങളിവിടെ ഇരുന്നോളാം, തീരുമാനം ഉണ്ടായിട്ട് ഞങ്ങൾ തിരിച്ച് കേരളത്തിലേക്ക് പോകുന്നുള്ളൂ എന്ന് പറയാനുള്ള ചങ്കൂറ്റം നമ്മുടെ ഭരണാധികാരികൾക്ക് ഉണ്ടാവണം. വിഷയം കാര്യങ്ങൾ തീരുമാനമാകും. അതല്ലാതെയുള്ള ഒരു പ്രവർത്തനം ഇതിനെ ദീർഘിപ്പിച്ചു കൊണ്ടുപോകാം എന്നുള്ളതല്ലാതെ ഒരു പരിഹാരം ഉണ്ടാവുകയില്ല. എന്തുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് ഇടപെട്ടുകൂടാ? ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് എന്തുകൊണ്ട് കൊണ്ടുവന്നുകൂടാ? ഇത് സുപ്രീം കോടതി തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ സുപ്രീം കോടതിയുടെ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ സുപ്രീം കോടതിയുടെ തീരുമാനം വരുമ്പോഴും ഈ അണ പിടിച്ചു നിർത്താൻ സുപ്രീം കോടതിക്ക് സാധിക്കുമോ? ജലപ്രവാഹത്തെ പിടിച്ചു നിർത്തുവാൻ സാധിക്കുമോ? എന്ന് ചെയ്യുവാൻ സാധിക്കും. അതുകൊണ്ട് ജീവൻ കൊണ്ട് സുരക്ഷിതത്വമാണ് ഒന്നാമത്തെ പ്രശ്നം. അതിനാണ് ഒരു ഗവൺമെന്റ്, ജനങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്ന ഗവൺമെന്റ് അതിനു വേണ്ടിയാണ്. ആ ഗവൺമെന്റിനുള്ള ഇച്ഛാശക്തി ഇവിടെ ഉണ്ടാവണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ഒരു സാഹോദര്യ ചങ്ങല സൃഷ്ടിക്കത്തക്ക വിധത്തിലുള്ള ഒരു ചിന്ത, അത് തമിഴ് സഹോദരങ്ങളും മലയാളി സഹോദരങ്ങളും കൈകോർത്ത് പിടിച്ചുകൊണ്ടുള്ള കേരളത്തിന്റെ അതിർത്തിയിൽ നിന്ന് തമിഴ്നാടിന്റെ അതിർത്തിയിലേക്കുള്ള ഒരു സാഹോദര്യ ചങ്ങല ഉണ്ടാകട്ടെ. അതിനുള്ള എല്ലാ
അനുഗ്രഹങ്ങളും നമുക്കുണ്ടാവട്ടെ. നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നല്ല ഒരു കാഴ്ചപ്പാടിലേക്കുള്ള ഒരു സാഹോദര്യത്തോട് മുന്നോട്ട് പോട്ടെ. കാരണം തമിഴ്നാടിനെ വേറിട്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് ചിന്തിക്കുവാൻ സാധ്യമല്ല. മലയാളി സഹോദരങ്ങളെ പോലെ തന്നെ തമിഴ്നാട്ടിലെ നമ്മൾ സഹോദരങ്ങളാണ് എന്നുള്ളൊരു ചിന്തയോടുകൂടിയുള്ള പ്രവർത്തനം ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എല്ലാ ഇതിന്റെ നീക്കത്തിന് ഇതേ വിജയം, ഈ ദൗത്യം വിജയിക്കുന്നതിനുള്ള എല്ലാ ആശംസകളും നേരിടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. താങ്ക് യു. സ്നേഹമുള്ളവരെ, ലേബർ ഇന്ത്യയ്ക്കും അതിൻ്റെ MD ബഹുമാനപ്പെട്ട ജോർജ് സാറിനും മുല്ലപ്പെരിയാർ സമരസമിതി ഏറെ ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ്. ഈ സമരത്തിന് വന്നെത്തിക്കൊണ്ട് ഈ സമരത്തിന് വേണ്ട ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസാരിച്ച ബഹുമാനപ്പെട്ട ജോർജ് സാറിനെ വീണ്ടും അനുമോദിച്ചുകൊണ്ട് മുല്ലപ്പെരിയാർ സമരസമിതിയുടെ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുകയാണ്. ഇപ്പോൾ ഈ സഭാത്തിൽ കൂടെ കടന്നു വരുന്നത് കേരള സ്റ്റേറ്റ് മിൽക്ക് സൊസൈറ്റീസ് അസോസിയേഷന്റെ പ്രവർത്തകര്, അതിന്റെ പ്രസിഡന്റുമാര്, സെക്രട്ടറി, ജീവനക്കാര് എല്ലാവരും